ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂരുകാരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കൽമാസ്. അതെങ്ങനെ പ്രിപ്പയർ ആയെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി അത് ഇളക്കാം. സവാള അങ്ങ് ഒരുപാട് വാടി ബ്രൗൺ കളറ് വരെ ആകണ്ട, കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെയൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് കുരുമുളക്, ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേ പാകത്തിൽ. അപ്പോൾ ആ ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് നമുക്കൊരു മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഈ ഫില്ലിങ്, ഇതാണ് നമ്മ കൽമാസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് വരുന്നത്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു മാവാണ്, ഒരു ഡോ നമുക്ക് ഉണ്ടാക്കണം. അതിന് ഞാൻ കുറച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പോളം നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അര സ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം എന്ന് പറയും, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു അര സ്പൂൺ നല്ല ജീരകം, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്വല്പം ഉപ്പും, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. പിന്നെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് കൈവച്ചത് മിക്സ് ചെയ്ത് ഒരു ഡോ രൂപത്തിൽ നമുക്കത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊരു കുഴയ്ക്കാനുള്ളൊരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഭയങ്കര കട്ടിയിൽ നമുക്ക് ഈ ഡോ കിട്ടേണ്ട, കുറച്ച് ലൂസിൽ, എന്നാലാണ് നമുക്ക് പരത്താനായാലും വേവുമ്പോൾ ആയാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പാകം എന്ന് പറയുന്നത്. കണ്ട, ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ആ മാവിൽ നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. അതിന് നമുക്ക് കയ്യിൽ കുറച്ച് ഒരു ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചാണത് പരത്തുന്നത്. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന അതൊരു സ്റ്റൈൽ തന്നെ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനൊരു ഉന്നക്കായുടെ ഷേപ്പിൽ തന്നെയാണിത് പരത്തണത്. അപ്പോൾ കയ്യിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ കൈമേൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ റൗണ്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഈ ഫില്ലിങ് നമുക്ക് നിറച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈസും എത്രത്തോളം നിറയ്ക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ്. അതിന് പ്രത്യേകിച്ചൊരു കണക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉന്നക്കായയുടെ ഷേപ്പിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. നന്നായി അത് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കത് ശരിക്കും അതിൻ്റെ ആ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ
ഓരോന്ന് ആക്കി വയ്ക്കുക. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിതിന് എടുത്തത്. അപ്പോൾ എനിക്കൊരു 8 കൽമാസിനായിട്ടുള്ള കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കുക, അതിനനുസരിച്ച് നാളികേരം എടുക്കുക. ഇതിപ്പോൾ ഒരു 8 എണ്ണം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിയുടെ തട്ടിലേക്ക് ഒരു വാഴയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് വരുമ്പോഴും ഒട്ടാണ്ടിരിക്കാനാണ് ഇതിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഓരോന്നും വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം, ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട കാര്യമില്ല. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിക്കുന്ന അതേ ഒരു പാകത്തിന്, കുറേ നേരം വേണ്ട. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോവാതെ ഒരുപാട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടരുത്. അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 8 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാകത്തിന് അതെല്ലാതും ഒന്ന് ഫില്ലാവേണ്ട അളവിന് വേണം ഈ ഒരു മസാല റെഡിയാക്കാൻ. ഒരുപാട് കട്ടിയിലൊന്നും വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൽമാസ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നെല്ലായിടത്തൊന്ന് ഈ മസാല തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട, തീരെ പൊട്ടിയിട്ടില്ല. ശരിക്കും നമുക്ക് അത് വെച്ച ആ ഒരു പാകത്തിന് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് ഒരു ഓയിൽ വെച്ച് കൊടുക്കുക. ഒരു ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ആണ് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കുക. ഈ മസാല പറ്റി ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് പരട്ടുക. പിന്നെ നമുക്ക് ആ ഒരു പാൻ ചൂടായി വരുന്ന ആ ഒരു സമയം അത്ര മതി. ഒരുപാട് നേരമൊന്നും അത് പരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമല്ല, ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ 2 സൈഡും ഞാനൊന്ന് മറിച്ചിട്ട് വേഗം തന്നെ ആവും. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 2 സൈഡും ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.